സീറ്റ് നിഷേധിച്ചതിലെ പരസ്യ പ്രതിഷേധത്തിൽ നിന്നും മലക്കം മറിഞ്ഞ് ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. ഇടതുപാളയത്തിലേക്ക് ചേക്കാനുള്ള നീക്കം ഒഴിവാക്കി. രണ്ടത്താണി മുസ്ലിം ലീഗിൽ തുടരും. പാണക്കാടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. വിവരങ്ങളുമായി അനഘ ഹർഷൻ തുടരുന്നുണ്ട്. അനഘ, നമുക്കറിയാം ഇന്നലെ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇടത്തേക്ക് പോകുന്നു എന്നൊരു സൂചന വന്നിരുന്നു. ലീഗിൽ നിന്നും പിണങ്ങി പോകുന്നു. അതിന് CPM സീറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അത്തരത്തിലുള്ള പല നീക്കങ്ങൾ ഇന്നലെ കണ്ടതാണ്. പക്ഷേ അതെല്ലാം CPMൻ്റെ ശ്രമങ്ങളൊക്കെ വിഫലമാകുന്നു. ലീഗിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ആ ഒരു തീരുമാനം മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടത്താണി. അങ്ങനെ ഒരു തീരുമാനം മാറ്റാനുണ്ടായ സാഹചര്യം എന്താണ്? അതെ, ഈ രണ്ടത്താണിയെ പോലൊരാൾ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഇടത് സ്വതന്ത്രനായി മത്സരിക്കാൻ തിരൂരങ്ങാടിയിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും തങ്ങളെ കണ്ട ഉടൻ തീരുമാനം മാറ്റണമെങ്കിൽ എന്താകും ഡീൽ? കൃഷ്ണരാജ്, അമൽ, ഇന്നലെ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. ഇദ്ദേഹമാണ് ഈ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ അതിൽ വലിയ അമർഷവും എതിർപ്പും രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം പരസ്യമായി തന്നെ മുസ്ലിം ലീഗിന് എതിരെ ഈ സ്ഥാനാർത്ഥി പട്ടിക തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. പിന്നീട് തനിക്ക് മത്സരിക്കണം, ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല, ഇതിലായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ അമർഷം രേഖപ്പെടുത്തിയത്. അതിനുശേഷം തനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടത്താണി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മുതലെടുക്കാനായിരുന്നു ഇടത് പക്ഷം ശ്രമിച്ചിരിക്കുന്നത്. ഇടത് പാളയത്തിലേക്ക് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ കൊണ്ടുവരാനുള്ള ഒരു തീവ്ര ശ്രമം ഈ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാര്യമായി തന്നെ നടന്നു. കാര്യമായി തന്നെ അവർ പണിയെടുക്കുകയും ചെയ്തു. രണ്ടത്താണിയെ അടുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു. അതായത് തിരൂരങ്ങാടിയിലെ സീറ്റ് അത് CPIന്റെ സീറ്റാണ്, അത് വാങ്ങി ഈ രണ്ടത്താണിക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ആ സീറ്റ് തന്നെയായിരുന്നു രണ്ടത്താണി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഏറ്റവും ഒടുവിൽ ആ ഡീല് വരെ എത്തിക്കഴിഞ്ഞ സമയത്താണ് ഈ രണ്ടത്താണി പാണക്കാട് പോയി പാണക്കാട് സാഹിത്യക് അലി ശിഹാബ് തങ്ങളടക്കമുള്ളവരെ കണ്ട് സംസാരിക്കുന്നത്. ഈ സംസാരത്തിന് ശേഷമാണ് താൻ മുസ്ലിം ലീഗിൽ തന്നെ തുടരും എന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് മറ്റ് പല ഓഫറുകളും അവിടെ നിന്ന് രണ്ടത്താണിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇനി ഇടത് പാളയത്തിലേക്കില്ല, മുസ്ലിം ലീഗിൽ തന്നെ തുടരും എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇടത് പാളയത്തിലേക്ക് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ എത്തിക്കാനുള്ള ശ്രമം CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ കാര്യമായി നടന്നിരുന്നു. പക്ഷേ ആ ശ്രമം ഫലം കണ്ടില്ല എന്നുള്ളതാണ്. രണ്ടത്താണി മുസ്ലിം ലീഗ് തന്നെ തുടരും എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ശരി, രണ്ടത്താണി രണ്ടറ്റത്താവൂന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ലീഗിൽ തന്നെ തുടരാൻ തീരുമാനമെടുക്കുന്നു. തങ്ങൾ കുടുംബവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആ തീരുമാനത്തിലേക്ക് വരുന്നത്. സീറ്റില്ലാത്തതിൽ വിഷമമുണ്ടായിരുന്നു. തങ്ങളെ ഉദ്ധരിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്രത്തോളം ഒരു ഇതുണ്ടെന്നുള്ള ഒരു വിയോജിപ്പുണ്ട്. അല്ലെങ്കിൽ കാണേണ്ടവർ കാണും. അങ്ങനെ പണിയെടുക്കുന്നവരെ, പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്നവരെ കാണുന്ന തങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തങ്ങൾ അത് കാണുന്നില്ല എന്ന് തന്നെ പറയുകയായിരുന്നു. ഏതായാലും ലീഗിൽ തന്നെ തുടരാനാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ തീരുമാനം. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.